ഈ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ റവന്യൂ മോഡലോ കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഇത്ര സമയം കൊണ്ട് റവന്യൂ എത്തിക്കണം അങ്ങനെയൊക്കെ ഇല്ല. ബിക്കോസ് നമ്മൾ അന്ന് പൊസിഷൻ ചെയ്തത് ഡിസ്ട്രിബ്യൂഷൻ ഗ്രോ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയാണ്. ഫണ്ട് അത് ആ സമയത്ത് ഓവറോൾ ഞങ്ങൾ 550K റേസ് ചെയ്ത്, അതിനകത്ത് $550K അതിനകത്ത് വൈഭവ് 450K കോൺട്രിബ്യൂട്ട് ചെയ്ത്. അതുപോലെ കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നതിന് വരുകയില്ല. റൈറ്റ്. പക്ഷെ ആ പ്രോബ്ലം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദാറ്റ് ഇസ് ട്രൂ. ഈ കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നാൽ വരില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട്. പക്ഷേ എല്ലാ ബിസിനസ്സിനെയും ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ നേച്ചർ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഫസ്റ്റ് ഫണ്ടിങ്ങിലോട്ടൊക്കെ എത്തിയത്, അല്ലെങ്കിൽ തുടക്കത്തിൽ സോഷ്യൽ മീഡിയ ആയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത്? ഞങ്ങളൊരു മെനു ഉണ്ടാക്കിയിട്ട് ആ മെനു എടുത്ത് ഫ്രണ്ട്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു 50 സൈനപ്സ് കിട്ടി. അങ്ങനെ ആ സൈനപ്സിന്റെ ബേസിൽ നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ തുടങ്ങി.